ഈ സീസണിൽ കൊച്ചു കേരളത്തിൽ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ് കാണാം. എവിടെ ചെന്നാലും ഒരു പച്ചപ്പ്, വൃക്ഷങ്ങളെല്ലാം തഴച്ച് നിൽക്കുന്നു. എവിടെ നോക്കിയാലും ഒരു സമൃദ്ധിയെ കാണാം. ഒരു ഉണങ്ങിയ അന്തരീക്ഷം എവിടെയില്ല. എവിടെയും ഒരു എല്ലായിടത്തും ഒരു നിറവെല്ലാം കാണാം. അതിൻ്റെ കാരണം നമുക്കറിയാം, ഇത് മഴയുടെ സീസണാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ഒരു സമൃദ്ധി ഉണ്ടാകും. ഏലിയാവ് പ്രാർത്ഥിച്ചു, ഭൂമിയിൽ മഴ പെയ്ത് ധാന്യം വിളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു ഉണർവിൻ്റെ മഴ നാം പെയ്യിപ്പിക്കുമെങ്കിൽ ഇന്നുള്ള എല്ലാ വിശ്വാസികളുടെയും ജീവിതം പച്ചയായിട്ട് മാറും. എല്ലാ സഭകൾക്കും ഒരു പച്ചപ്പുണ്ടാവും. ഇന്ന് ദൈവസഭകളെല്ലാം വളരെയധികം ഉണങ്ങിയ അവസ്ഥയിലാണ്. ആത്മീക മഴ പെയ്യുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് എല്ലാ സഭകളിലും ഓരോ പ്രോഗ്രാമുകളാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുക, 2 പാട്ട് പാടുക, അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനം വായിക്കുക, അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഹീബ്രു ഗ്രീക്ക് പറയുക, അത് കഴിഞ്ഞിട്ട് ഓഫറിങ് എടുക്കുക, സാക്ഷ്യം പറയുക, അതിനുശേഷം വീണ്ടും ഒരു പ്രസംഗം പറയുക, അതിനൊരു 5 പോയിന്റ് പറയുക, അതിനുശേഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ നടക്കുമെന്ന്. ഇന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് എല്ലാവർക്കും ഒരു ചിത്രമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ചർച്ചിൽ വരാനും മടുപ്പാണ്. കാരണം ആശ്ചര്യങ്ങളൊന്നുമില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ആശ്ചര്യങ്ങളായിരുന്നു. ഒരു ജിജ്ഞാസയുണ്ടാകും, ഒരു ആവേശമുണ്ടാകും. ഇന്നിന്ന കാര്യങ്ങൾ ഇന്നലെ കണ്ടു, മിനിയാന്നാൾ കണ്ടു എന്നും ഒരു പുതുമ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ നിഴലുകളിൽ പോലും അത്ഭുതമായിരുന്നു. അവരുടെ വാക്കുകളിലെല്ലാം വിടുതലായിരുന്നു. അവരുടെ വാക്കുകളെല്ലാം കൽപ്പനകളായിരുന്നു. പൗലോസ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു എന്നാണ്, പത്രോസ് കൽപ്പിച്ചു എന്നാണ്. അതായത് അവർ പ്രസംഗിച്ചു എന്നുള്ളതിനേക്കാൾ അവർ കൽപ്പിക്കുകയായിരുന്നു. അവരുടെ അധികാരം, യേശുവിനെ പോലെ അവർ ആധികാരികമായിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ആത്മമഴ പെയ്യാതെ ഈ ഓർഡറുകളൊന്നും മാറില്ല. ഈ ഓർഡറുകളാണ് ഇന്ന് സഭകളെയെല്ലാം, ദൈവരാജ്യത്തെ തന്നെ വളരെയധികം കഷ്ടതയിലാക്കിയിരിക്കുക. മനുഷ്യരെല്ലാം ഓർഡർ മാത്രമല്ല, ഓരോ ചർച്ചിലും ആ ചർച്ചിന് സ്ഥലം മേടിക്കാൻ സ്ഥലം കൊടുത്ത ആളും, ചർച്ചിൽ ആരംഭകാലത്ത് ഉണ്ടായവരും, ചർച്ചിൽ കുറച്ച് സാമ്പത്തികമായി സഹായം ചെയ്തവരും, അവരെ പ്രസാദിപ്പിച്ചിട്ട് വേണം പിന്നെ ഇന്നത്തെ പത്രോസിനും യോഹന്നാനും പൗലൂസിനും ഒക്കെ നിലനിൽക്കാൻ. അല്ലെങ്കിൽ ഇവർ സ്ഥലം മാറ്റിക്കളയും. എന്തൊരു ഗതികേടാണ് ഇന്നത്തെ സഭകളിൽ. എന്നാൽ ഇത് പുതുതായിട്ട് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകില്ല. ഇന്നത്തെ ഏത് പള്ളിയിലെ അവസ്ഥ അതാണ്. എന്നാൽ ഒരു ആത്മമഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകും, നദികൾ ചാടി പുറപ്പെടും, എല്ലാ ഓർഡറുകളും തെറ്റിപ്പോവും. അവിടെ അതിരുകളൊക്കെ വേലിയെല്ലാം പറഞ്ഞുകൊണ്ട് പോകും. അവിടെ ബൗണ്ടറികളൊന്നുമില്ല, എല്ലാ ബൗണ്ടറിയും പോകും. അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒഴുകിപ്പോകും, അവിടെയുള്ള വീടുകൾ ഒഴുകും. എന്താണ്? അതൊരു ഫ്ലോയിലേക്ക് വരും. അവിടെ ഒരു പ്രോഗ്രാം ഇല്ല, അതൊരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. ഒരു ഉണർവിൻ്റെ മഴ പെയ്താൽ ഒരു വലിയ ഒഴുക്ക് എല്ലാ സഭകളിലും കുടുംബങ്ങളിലും ഉണ്ടാകും. അതിനായിട്ട് നമുക്ക് ദാഹിക്കാം. ഉണർവിൻ്റെ മഴക്കായിട്ട് നമുക്ക് വളരെയധികം ആശ വെക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മാവിൽ പാടി ആരാധിക്കാം. കാലയും മാലയും ഹല്ലേലൂയ, നാന്നിടും ശ്വാസമേ ഹല്ലേലൂയ. കാലയും
എന്നുയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. എന്നുയർവിലും എൻ താഴ്വിലും എൻ ആത്മാ പാടും. ഹല്ലേലൂയ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ 22 മുതലാണ് വായിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് 25-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. കടൽക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. കർത്താവേ, നീ എപ്പോൾ ഇവിടെ എത്തി? യേശുവിനെ തപ്പി നടക്കലായിരുന്നു ഇവരുടെ ജോലി. യേശു എവിടെയുണ്ട് അവിടെ വരികയാണ്. യേശുവിൻ്റെ അടുത്തിട്ട് പറയുന്നു, ഗുരുവേ, നീ എപ്പോൾ ഇവിടെ എത്തി? അപ്പോൾ യേശു അതിന് മറുപടി പറഞ്ഞത്, ഞാൻ ഇത്ര മണിക്ക് എത്തിയെന്നൊന്നുമല്ല. നിങ്ങൾ എന്നെ തപ്പി നടക്കുന്നതിൻ്റെ കാരണം, നിങ്ങൾ നിങ്ങളുടെ ജോലിയും പണിയും എല്ലാം കളഞ്ഞ്, നിങ്ങൾക്കിന്ന് ഓഫീസുള്ള ദിവസമാണ്, ഇന്ന് നിങ്ങൾക്ക് ബിസിനസ്സുള്ള ദിവസമാണ്, നിങ്ങളുടെ പിള്ളേർക്ക് പഠിത്തമുള്ള ദിവസമാണ്, എന്നിട്ട് നിങ്ങൾ എന്നെ തപ്പിക്കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. നിങ്ങൾക്ക് തൃപ്തി വന്നു. നിങ്ങൾ അടയാളം കണ്ടതിനേക്കാൾ നിങ്ങൾക്ക് തൃപ്തി വന്നു. അടയാളം എന്ന് പറഞ്ഞാൽ ഒരു മുടന്തന് എഴുന്നേറ്റ് നടന്നു, അതൊരു അടയാളമാണ്. ലാസർ പുറത്തു വന്നതുകൊണ്ട് ചുറ്റും നിന്ന് അവർക്ക് വിശപ്പ് മാറിയോ? ഒന്നുമില്ല, ഒരു അത്ഭുതം കണ്ടു. എന്നാൽ ഇവരങ്ങനെയല്ല, എല്ലാവരും തിന്ന് തൃപ്തരായി. ഇവരുടെ ക്ഷീണം മാറി, ഇവർക്ക് പ്രതീക്ഷകളായി. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ തപ്പി നടക്കുന്നത് നിങ്ങൾക്ക് തൃപ്തിയുണ്ടായി. അതിൻ്റെ അർത്ഥം, ഇന്ന് ചർച്ചുകളെല്ലാം മീറ്റിംഗ് വെക്കുന്നത് സെക്കൻഡ് സാറ്റർഡേ ആണോ, പിന്നെ സൺഡേ ആണോ? സൺഡേ ഹോളിഡേ ആണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ UK ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റർ, ഇവിടെ ആരും വരില്ല, കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ദിവസമാണ് ഇട ദിവസം. ഇവിടെ ഞായറാഴ്ചയും പിന്നെ ഒരു ശനിയാഴ്ചയുമാണ് ആളെ കിട്ടുകയുള്ളു. സൗദി, ഗൾഫ് കൺട്രീസ്, ഈ എല്ലായിടത്തൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, ഇവിടെ വെള്ളിയാഴ്ചയാണ്, വേഴവും വെള്ളിയാണ് ആൾക്കാരെ കിട്ടുള്ളൂ. എന്നാൽ ഒരു ദൈവപ്രവൃത്തി നടന്നാലോ എല്ലാ ദിവസവും ആളെ കിട്ടും. അവിടെ ഇന്ന ദിവസമൊന്നുമില്ല, ജനങ്ങൾ തിരഞ്ഞു വരും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഡേറ്റുകളൊന്നും ഉണർവിൻ്റെ കാര്യത്തിലില്ല. ഉണർവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പടകും വലയും എല്ലാം അവിടെ ഇട്ടേച്ച് യേശുവിൻ്റെ പുറകെ ഇറങ്ങും. പത്രോസ് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പുറകെ ഇറങ്ങുന്നത്? അവൻ്റെ മീൻപിടുത്തത്തിൽ അവന് ഭയമുണ്ടായി, കൂടെയുള്ളവർക്കും. എന്തുകൊണ്ടാണ് പത്രോസ് ആ മീൻ എടുക്കാഞ്ഞ്? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവന്, ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത വലിയ മീൻപിടുത്തം ഉണ്ടായിട്ട് ആ മീൻ എടുക്കുന്നില്ല, വള്ളം എടുക്കുന്നില്ല, വലയെടുക്കുന്നില്ല, എല്ലാം പോയി അവൻ്റെ. യേശു വരുന്നതിന് മുമ്പ് മീനില്ലെന്നേ ഉള്ളൂ, വള്ളവും വലയും ഉണ്ടായി. ഇപ്പം യേശു വന്നു കഴിഞ്ഞപ്പോൾ വള്ളവും ഇല്ല, വലയും ഇല്ല, മീനുമില്ല. കാരണം എന്താണ്? ആൾക്കാർ ചോദിക്കും, എടാ, നീ എല്ലാം കളഞ്ഞ് ഇതിൻ്റെ പുറകെയാണോ നടക്കുന്നത്? അതെ. എന്താ? എൻ്റെ ജീവിതത്തിന് എല്ലാം വേണ്ടത്, എൻ്റെ ജീവിതത്തിൻ്റെ നാളുകൾക്ക് വേണ്ടത്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത്, എൻ്റെ മക്കൾക്ക് വേണ്ടത്, എൻ്റെ ജീവിതത്തിന് വേണ്ടത് എല്ലാം ആ മുമ്പിൽ പോകുന്ന ആ യേശു കർത്താവിലുണ്ട്. എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു. പത്രോസിന് ഇപ്പം എല്ലാ ദിവസവും സമയമുണ്ട്.
ശനിയും ഞായറും മാത്രമല്ല, അവനിപ്പോൾ എല്ലാ ദിവസവും ഫ്രീ ആണ്. കാരണം എന്താ? അവനറിയാം കർത്താവാണ് എല്ലാ നന്മകളുടെ ആധാരം. ഈ സത്യങ്ങൾ അറിയുന്നവരാണ് സ്വതന്ത്രരാകുന്നത്. കർത്താവെ, നീ എപ്പോൾ ഇവിടെ എത്തി? അവർക്ക് അറിയേണ്ട കാര്യം അതാണ്. 24 യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർനഹൂമിലെത്തി. യേശു കഫർനഹൂമിലേക്ക് പോകാൻ വള്ളത്തിൽ പോയില്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് യേശുവിനെ അവർ തിരഞ്ഞു? അവർക്കറിയാം ശിഷ്യന്മാരെങ്ങോട്ട് പോകുന്നുവോ അവിടെ യേശു പോയിരിക്കും. യേശുവിന് വേണ്ടി നിൽക്കുന്നവർ എവിടെയുണ്ടോ അവിടെ യേശു ചെന്നിരിക്കും. അതിന് വള്ളവും വേണ്ട, വലയും വേണ്ട, അതിന് പടകും വേണ്ട, തുഴയും വേണ്ട. യേശു പോയിരിക്കും. ശിഷ്യന്മാരെവിടെയുണ്ടോ അവിടെ യേശു ഉണ്ടായിരിക്കും. യേശു എവിടെയുണ്ടോ അവിടെ ശിഷ്യന്മാരുണ്ടാകണമെന്നില്ല. എന്നാൽ ശിഷ്യന്മാരെവിടെയുണ്ടോ അവിടെ യേശു ഉണ്ട്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. 25 വാക്യത്തിൽ കടൽക്കരയെ അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. നീ എപ്പോൾ ഇവിടെ വന്നു? അതിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് വള്ളം ഉണ്ടായിരുന്നു. നീ എങ്ങനെ വന്നു? നീ എപ്പോൾ വന്നു? യേശു അത് എടുത്തു പറഞ്ഞില്ല. ഞാൻ കടലിൻ്റെ മീതെ നടന്നങ്ങോട്ട് വന്നു എന്ന് യേശുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. യേശു അതിന് മറുപടി പറയുന്നില്ല. നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ട് വന്നതല്ല, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടായി. അതായത് യേശുവിലൂടെ ഇന്ന് മനുഷ്യർക്ക് കിട്ടുന്നത് സംതൃപ്തിയാണ്. അതൊരു കുടുംബ ജീവിതത്തിൽ ലഭിക്കാത്തത്, വിവാഹ ജീവിതത്തിൽ ലഭിക്കാത്തത്, മക്കളിൽ നിന്ന് ലഭിക്കാത്തത് നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം PG വർഗീസ് അങ്കിൾ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. ഇപ്പോഴും ഇരുന്നിട്ട് ഏറ്റവും പ്രയോജനപ്പെടുന്നതെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതിനകത്ത് ഒരു ചെറിയൊരു വീഡിയോ. അതിനകത്ത് അപ്പൻ മരിച്ചു, മകൻ അമ്മയെ കൊണ്ടുപോയി അഗതി മന്ദിരത്തിലാക്കി. കാരണം തനിക്ക് ഭയങ്കര ജോലി തിരക്കാ, നോക്കാൻ നേരമില്ല അമ്മയെ, ഭയങ്കര തിരക്കാ മോനെ. അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോയി അഗതി മന്ദിരത്തിലാക്കി. വല്ലപ്പോഴും വല്ല ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ ഒന്ന് പോകാനല്ലാതെ ഇവന് സമയമില്ലെന്നേ, ഭയങ്കര തിരക്കല്ലേ. ഉഗാണ്ടയിലും അമേരിക്കയിലും ഒക്കെ കിടക്കുമ്പോൾ എങ്ങനെ അമ്മയെ നോക്കും? ഏറ്റവും നല്ലത് അഗതി മന്ദിരമാണ്. അങ്ങനെ ഇവന് സമയമില്ലാതെ ഈ മോനെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നേരമില്ലല്ലോ, എന്ത് ചെയ്യാനാണ്? പാവം, എന്തോരോ കഷ്ടപ്പെട്ട ഈ മോൻ ജീവിക്കുന്നത്. അമ്മ പഠിപ്പിച്ച്, അപ്പനും അമ്മയും പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ ആയില്ലേ, സമയം വേണ്ടേ? അമ്മയുടെ മരണശയ്യ എത്തിയപ്പോൾ അമ്മ മോനെ കാണാൻ ആഗ്രഹിച്ചു. അഗതി മന്ദിരത്തിന്റെ അധികൃതർ പറഞ്ഞു അമ്മയുടെ അവസാന നിമിഷങ്ങളാണ്, ഓടി വരണം. അങ്ങനെ മോൻ വേർത്ത് കുളിച്ച് ഓടി ചെന്നട്ടോ. അവിടെ ചെന്നപ്പോൾ അമ്മ അവസാനത്തെ ആഗ്രഹങ്ങൾ പറയണം. മോനെ, ഈ അഗതി മന്ദിരത്തിൽ നല്ല ഫാനില്ല, അതുകൊണ്ട് പല രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നാളുകളായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം ഇവിടെ നല്ലൊരു ഫാനില്ല. അതുകൊണ്ട് നീ ഫാനുകൾ ഇവിടെ മേടിച്ചു വെക്കണം. അടുത്തത്, മോനെ, ഈ അഗതി മന്ദിരത്തിൽ ഫ്രിഡ്ജ് കേടാണ്, അതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, അതുകൊണ്ട് ഞാൻ ഇത്രയും ക്ഷീണിച്ച് സിക്കായിപ്പോയത്, രോഗിയായിപ്പോയത്. അപ്പൊ മോൻ പറഞ്ഞു, അമ്മ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഇത്രയും 1-2-3 വർഷം ഇവിടെ കിടന്നിട്ട് അമ്മ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഏറ്റവും ഒടുവിലത്തെ സമയമാണ് ഇത് പറയേണ്ടത്, നേരത്തെ പറയണ്ടേ. എന്ത് സ്നേഹമുള്ളൊരു മോൻ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, എനിക്കത് കുഴപ്പമില്ല, നിനക്ക് തിരക്കാണ്, ഭയങ്കര തിരക്കല്ലേ നിനക്ക് എങ്ങനെ വരാൻ പറ്റും മോനെ? നീ ഭയങ്കര രാപ്പകല് ജോലി ചെയ്യുന്നൊരു മോൻ, നിനക്ക് 100 ആവശ്യമുള്ള മോൻ, നിനക്ക് എങ്ങനെ വരാൻ പറ്റും? എന്നാൽ ഞാൻ ഈ ഫാനും ഈ ഫ്രിഡ്ജും മേടിക്കാൻ പറഞ്ഞ എനിക്കല്ല,
നാളെ നിന്റെ മക്കൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ നിനക്ക് ഫാനും ഫ്രിഡ്ജും വേണം. അതുകൊണ്ടാണ്, നിന്നെ ഓർത്തിട്ടാണ് ഞാൻ ഈ ഫാൻ മേടിക്കാനും ഫ്രിഡ്ജ് മേടിക്കാനും പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനത് മേടിച്ചു വെച്ചേക്കണേ. അമ്മ കണ്ണടച്ചു. അപ്പോൾ ഇന്നുള്ള സമൂഹത്തിൽ മാതാപിതാക്കൾക്ക് തൃപ്തിയില്ല. ഈ പൈസ മുഴുവനും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഈ അപ്പനും അമ്മയൊക്കെ കിടക്കുന്നത് ഏകാന്തതയിലാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ നിന്ന് മുഴുവൻ തൃപ്തി കിട്ടാൻ മക്കളെ വിഗ്രഹമാക്കി വെച്ച മാതാപിതാക്കളെ അറിയണം, നിങ്ങൾ ഒടുവിൽ കരയേണ്ടി വരും. അതാരായാലും നിങ്ങൾ മക്കൾക്കെല്ലാം എഴുതി വെച്ച് കൊടുത്തോ, നല്ല കാര്യമാണ്. എന്നാൽ കർത്താവ് ആണോ നിങ്ങളുടെ ഇടയനെങ്കിൽ നിങ്ങൾക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും നിങ്ങൾക്കുണ്ടാകും. ഒരു മകനെ ഒരു മകളെയോ ആരെ ഈ ഭൂമിയിൽ മനുഷ്യനെന്ന് പറയുന്ന ഒന്നിനെ വിശ്വസിക്കരുത്. യേശു ക്രിസ്തുവിലല്ലാതെ മറ്റൊന്നിലും നമ്മൾ ആശ്രയം വെക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മുറുകെ പിടിക്കാൻ ധൈര്യം കാണുന്നത് യേശു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് വരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ആരുടെ മുമ്പിൽ ഒന്ന് തല കുനിക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ആരെ ആശ്രയിക്കരുത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയാനാണ്. അവൻ്റെ മൂക്കിലാ ശ്വാസം. അവൻ നാളെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവനെ ഉണ്ടായിട്ട് വേണ്ടേ? എന്നാൽ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെട്ടാൽ മതി. ഈ സത്യം അറിയാതെ മക്കളെയും പോറ്റി ഭർത്താവിനെയും കാത്തിരുന്ന് ഭാര്യയും പ്രസാദിപ്പിച്ച് അമ്മായിയമ്മയും അമ്മായിയപ്പനെയും പ്രസാദിപ്പിച്ച് അപ്പനെയും അമ്മയുടെയും ആ സന്തോഷത്തിൽ മാത്രം ജീവിച്ച് പോകുന്ന വ്യക്തികൾ ഏറ്റവും ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. യേശുവിൽ മാത്രമാണ് സംതൃപ്തി. ഇതാ ശിഷ്യന്മാർ യേശു എവിടെയുണ്ടോ അവിടെ ജനങ്ങൾ ഓടി വരുന്നു. ജനങ്ങൾക്കറിയാം ശിഷ്യന്മാർ എവിടെയുണ്ടോ അവിടെ യേശു ഉണ്ട്. ഒരിക്കൽ യേശുവിന് വേണ്ടി വലയും പടവും ഒക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തികളെ കൈവിടില്ല കർത്താവ്. അവര് നടുക്കടലിൽ ഒരു വലിയ പ്രശ്നത്തിലായപ്പോൾ യേശു അവിടെ എത്തി. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക ഘട്ടത്തിൽ യേശു വന്നിരിക്കുമെന്ന് മറക്കരുത് കേട്ടോ. ഇപ്പോൾ വന്നവർ ചോദിക്കുകയാണ്, കർത്താവേ നീ എങ്ങനെ ഇവിടെ എത്തി? കർത്താവിന് അതിന് മറുപടിയൊന്നുമില്ല. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടൊന്നുമല്ല വന്നിരിക്കുന്നേ, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തിയായി. യേശു ക്രിസ്തുവിൽ ഒരു സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് അയച്ചപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് നിങ്ങൾ സമാധാനം കൊടുക്കണം. നിങ്ങളുടെ മേലുള്ള സമാധാനം ആ വീട്ടിൽ കൊടുക്കണം. ഒരു നല്ല വീട് എന്തിനാണ്? സമാധാനത്തോടെ കിടന്നുറങ്ങാൻ. നല്ല ജോലി എന്താണ്? സമാധാനത്തോടെ ജീവിക്കുക. കുഞ്ഞിനൊരു ജോലിയായി. നല്ല റിസൾട്ട് വന്നു, സമാധാനമായി, ഇനിയും ഹയർ സ്റ്റഡീസിന് പോകാം. മോളുടെ കല്യാണം നടന്നു, സമാധാനമായി, ഇനിയിപ്പോ സ്വസ്ഥമായിട്ട് ജീവിക്കാം. കടക്കണിന്ന് പുറത്തു വന്നു, സമാധാനമായി. അപ്പോൾ എല്ലാവരും ഇന്ന് ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഒന്നിന്റെ പേരാണ് സമാധാനം, മനസ്സംതൃപ്തി, മനസ്സമാധാനം. മനസ്സമാധാനം വേണമെങ്കിൽ കാണാൻ എന്തെങ്കിലുമൊക്കെ വേണം. എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. നിത്യജീവൻ ലഭിക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ് സമാധാനം. അതായത് ഒരു പാപിയായ മനുഷ്യന് സ്വസ്ഥതയില്ലെന്നേ. രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്ത ആർക്കും സമാധാനമില്ല. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിച്ചവർക്കും സമാധാനമില്ല. ഒരിക്കല് റഷ്യയുടെ ഒരു പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചോ നോബൽ സമ്മാനം സമാധാനത്തിനായിട്ടുള്ളത് വാങ്ങി. എന്ന് കരുതി അദ്ദേഹത്തിന് യേശുവില്ലാതെ സമാധാനമുണ്ടോ?
നോബൽ സമ്മാനമുണ്ട്, എന്നാൽ സമാധാനം ഉണ്ടാകണമെന്നില്ല. യേശുവിൻ്റെ ആ ജീവൻ നമ്മിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നത് കൊണ്ടാണ് വന്നത്. അതായത് ജീവൻ. ഞാൻ നിങ്ങൾക്ക് തന്നത് ഒരു ദിവസത്തേക്കുള്ള ജീവനാണ്, എന്നാൽ എന്നെ തിന്നാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അതാണ് താഴോട്ട് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നത്. നിങ്ങൾ അപ്പം തിന്നപ്പോൾ നിങ്ങൾക്ക് അല്പം ജീവൻ വീണു, എന്നാൽ നിത്യജീവൻ ഞാൻ നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ജീവനും സമൃദ്ധിയായ ജീവനും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ജീവൻ മാത്രമല്ല, അവർക്ക് സമൃദ്ധിയും ഉണ്ടാകുമെന്ന് യേശു ഉറപ്പ് കൊടുത്തു. അതുകൊണ്ട് യേശുവിനെ തിരയാൻ ജനങ്ങൾ വന്നിരിക്കും. നിങ്ങൾ യേശുവിൽ നിറഞ്ഞു നിന്നാൽ മതി. യേശു നമ്മിലുണ്ടോ, ജനങ്ങളുടെ ജീവിതം തന്നെ മാറും. നമുക്കത് വിശ്വസിച്ച് യേശുവിനെ കൊടുക്കുവാൻ ഇനിയുള്ള നാളുകളിൽ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേട്ട, വചനം കേട്ട, വെളിപ്പാടുകൾ പ്രാപിച്ച ഓരോരുത്തരിലേക്കും, ഓരോ കുടുംബത്തിലേക്കും, ഓരോ വ്യക്തിയിലേക്കും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഒഴുകി ചെല്ലട്ടെ. സംതൃപ്തി ഉണ്ടാകട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കാതെ, മക്കളിൽ ആശ്രയിക്കാതെ, സ്വന്തം ആരോഗ്യത്തിൽ ആശ്രയിക്കാതെ, ജീവന് സമൃദ്ധിയായ ജീവനും തരുന്ന യേശുവിൽ മാത്രം ആശ്രയം വെപ്പാൻ ഓരോ വ്യക്തികൾക്കും അങ്ങ് കൃപ കൊടുക്കണം. ഒരു സൗഖ്യമാകട്ടെ. ശാരീരിക അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ജീവൻ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും വ്യാപരിക്കട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. സാമ്പത്തിക വിഷയത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവെ അവർക്ക് തുറക്കണമേ. വലിയ വഴികളും വാതിലുകളും തുറക്കട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ ഭാവി സൂപ്പർ നാച്ചുറലായിട്ട് അത്ഭുത ഭാവി തുറന്നു വരട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ 6-ാം അധ്യായമേ ആയിട്ടുള്ളൂ. 21 അധ്യായമുണ്ട്. വായിക്കും തോറും നമ്മുടെ ജീവനും സമാധാനവും സമൃദ്ധിയും വളരും. എല്ലാ ദിവസവും കാണുക. യോഹന്നാൻ്റെ സുവിശേഷം എന്ന ഈ സീരിയൽ ധ്യാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. 21-ാം അധ്യായം എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ അത്ഭുത മനുഷ്യൻ എഴുന്നേറ്റ് വരും. നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറും. ഈ മീഡിയ മിനിസ്ട്രിയെ സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ക്യാമറകളുടെ ആവശ്യമുണ്ട്. മീഡിയയിൽ വലിയ സംവിധാനങ്ങൾ, പല പോരായ്മകളുണ്ട്. അതിന് വലിയ ചെലവുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക കൈത്താങ്ങൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആത്മീകമായി ഞങ്ങൾ നിങ്ങളെ കൈത്താങ്ങുമ്പോൾ ഭൗതികമായ നിങ്ങളുടെ കൈത്താങ്ങൽ അതിന് ഞങ്ങൾ അർഹരാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.